മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുക്കുന്നത് ഇഡ്ഡലി ദോശ റൈസാണ്. ഏത് പച്ചരി വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുതിരാനായിട്ട് വയ്ക്കാം. ഒരു 3 മണിക്കൂർ നമുക്കിത് കുതിരാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. അരി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാവിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ കുതിർത്തി വെച്ചിരുന്ന അരി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യമായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഈ അരി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുതിർത്താൻ വെച്ച വെള്ളം തന്നെയാണ് ഞാനിത് അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ബാക്കിയുള്ളത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചോറാണോ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതും നമ്മൾ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റും കൂടി നമുക്ക് ഈ അരച്ചെടുത്ത മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മാവ് പൊങ്ങി വരും. ഒരു 3 മണിക്കൂർ സമയമൊക്കെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ മാവ് വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല പാകത്തിന് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് അപ്പം തയ്യാറാക്കാം. നല്ല സോപ്പ് പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. എയർ ബബിൾസ് ഒന്നും പോവാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് അല്പം പഞ്ചസാരയും പിന്നെ ഉപ്പുമാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പത്തിന് ഒരല്പം മധുരമുള്ളത് നല്ലതാണ്. അതുകൊണ്ട് ഞാനിതിലേക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. കൂടുതൽ മധുരം വേണ്ട, നമ്മൾ കറിയൊക്കെ ചേർത്താണല്ലോ അപ്പം കഴിക്കാറുള്ളത്. അപ്പോൾ ചെറിയൊരു മധുരത്തിന് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാകുമ്പോൾ ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അപ്പം തയ്യാറാക്കി എടുക്കാം. മുകളിൽ ഇതുപോലെ ബബിൾസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാകമായിട്ട് വെന്തിട്ടുണ്ട്. മുകൾ വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. 2 വശവും ഒരുപോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ തേങ്ങയും കൂടി ചേർക്കാം. ഇത് തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അപ്പം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളിതുപോലെ അപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.